ഹായ് ഫ്രണ്ട്സ്, ഒരു എക്സൽ ഫയൽ എങ്ങനെ സേവ് ചെയ്യാം, ഒരു എക്സൽ ഫയലിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ടോപ്പിക്കിൽ എങ്ങനെ ഒരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു പുതിയ വർക്ക് ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വർക്ക് ബുക്കിനെ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നോക്കാം. സേവ് ചെയ്യുന്നതിലേക്കായിട്ട് റിബൺ ടാബിലെ ഫയൽ എന്ന് പറയുന്ന മെനുവിലോട്ട് പോവുക. 2007, 2010 വെർഷൻസിലൊക്കെ അത് ഓഫീസ് ബട്ടനാണ്. ഫയലിന് പകരം ഓഫീസിൻ്റെ സിമ്പിളുള്ള ഒരു ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്, വൃത്താകൃതിയിലുള്ള. സോ ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് സേവ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. ഒന്ന് സേവും, മറ്റൊന്ന് സേവസ്. ഈ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, സേവ് എന്ന് പറയുന്നത് ഈ രണ്ടും കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടും ഒരേ ജോലി തന്നെയാണ് ചെയ്തു തരിക. കാര്യം ഈ ഫയല് ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല, ഇതുവരെ ഈ ഒരു വർക്ക് ബുക്ക് ഞാൻ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സേവ് ചെയ്യാത്ത ഒരു ഫയല്, ഒരു പുതിയൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്ത് സേവ് ചെയ്യാതിരിക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷനും, സേവ് എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ സേവ് അസ് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ചെയ്തു തരുന്നത് ഒരേ ജോലി തന്നെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഞാൻ സേവ് കൊടുക്കുമ്പോഴും എനിക്ക് ഈ കാണുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സേവ് അസ് കൊടുക്കുമ്പോഴും, സേവും സേവ് അസും ഈ രണ്ടും ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അതേ ഓപ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുകയാണ്, സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഡെസ്ക്ടോപ്പ്, നിങ്ങൾക്ക് ഇവിടെ ഏത് പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് എൻ്റെ ഈ വർക്ക് ബുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വൺ ഡ്രൈവ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോമാണ്. വൺ ഡ്രൈവിൽ അക്കൗണ്ട് ഉള്ളവർക്ക് വൺ ഡ്രൈവിൽ സേവ് ചെയ്യാം. അതല്ല എൻ്റെ പി സിയിൽ, നമ്മുടെ പി സിക്കകത്ത് കമ്പ്യൂട്ടറിനുള്ളിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ പി സി സെലക്ട് ചെയ്യാം. ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി സിക്കകത്ത് ഏത് ലൊക്കേഷനാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പി സിക്കകത്ത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡെസ്ക്ടോപ്പ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പണായി. ഇതിനകത്ത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഫയൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് ബുക്കിന് ഞാൻ എന്ത് പേരാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ മൈ ഫസ്റ്റ് വർക്ക് ബുക്ക് പേര് കൊടുത്തു. അപ്പം ഈ പേരായിരിക്കും എൻ്റെ വർക്ക് ബുക്കിൻ്റെ ഇനി മുതലുള്ള പേര്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് അസ് ടൈപ്പാണ്. സേവ് അസ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ബുക്കിനെ ഏത് ടൈപ്പിലാണ് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കിടക്കുന്ന എക്സൽ വർക്ക് ബുക്കാണ്. ഓക്കെ, സോ ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ഫയൽ ടൈപ്പുകൾ നമുക്ക് കാണാം. മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക്, ബൈനറി വർക്ക് ബുക്ക്, 97/2003 വർക്ക് ബുക്ക്, XML ഡേറ്റ, വെബ് പേജ്, ഇങ്ങനെ ഒരുപാട് ഫയൽ ടൈപ്പായിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പല ഫയൽ ടൈപ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള എക്സൽ വർക്ക് ബുക്കായിട്ടാണ് സേവ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സേവ് അസ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എക്സൽ വർക്ക് ബുക്ക് തന്നെയാണുള്ളത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ, താഴെ സേവ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഈ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. സോ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വർക്ക് ബുക്ക് ഡെസ്ക്ടോപ്പിൽ സേവായി. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒന്ന് പോയി നോക്കാം. എൻ്റെ വർക്ക് ബുക്ക്, എക്സൽ വർക്ക് ബുക്ക് ഇവിടെ സേവായി. ഇപ്പം ഞാൻ എക്സൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ടൈറ്റിൽ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് അല്ലെങ്കിൽ ആ വർക്ക് ബുക്കിൻ്റെ പേരാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് നേരത്തെ ബുക്ക് 1 എന്ന് കണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ കൊടുത്ത എൻ്റെ വർക്ക് ബുക്കിൻ്റെ പേരാണ് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് വർക്ക് ബുക്കാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി വീണ്ടും സേവും സേവസും തമ്മിലുള്ള ഡിഫറൻസിലോട്ട് ഞാൻ വരികയാണ്. ഞാൻ ഈ ഒരു എക്സൽ വർക്ക് ബുക്കിനുള്ളിൽ ഒരു സെല്ലിൽ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞ വർക്ക് ബുക്കിലോട്ട് വീണ്ടും ഇപ്പോൾ ഞാൻ 5 എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ ഈ എക്സൽ വർക്ക് ബുക്കിൽ നടത്തി. ഇതിനെ വീണ്ടും ഇതേ മൈ ഫസ്റ്റ് വർക്ക് ബുക്കിലോട്ട് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സേവിൽ ക്ലിക്ക് ചെയ്യാം. കാര്യം ഇനി ഈ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. നേരത്തെ സേവ് ചെയ്ത അതേ പേരിൽ അതേ ലൊക്കേഷനിൽ അത് സേവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സേവായി. പക്ഷേ സേവ് അസ് എന്താണ്, ഇൻ കേസ് നിങ്ങളുടെ ഈ വർക്ക് ബുക്കിനെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരിടത്ത് ഒരു ലൊക്കേഷനിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിത് മറ്റൊരു ലൊക്കേഷനിൽ സേവ് ചെയ്യണം.
അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫയൽ ടൈപ്പായിട്ട് സേവ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സേവ് അസ് ഉപയോഗിക്കാം. കണ്ടോ, സേവ് അസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അവിടെ നമുക്കത് ആ ലൊക്കേഷൻ, ഞാൻ വീണ്ടും ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് വർക്ക് ബുക്കിന് പകരം ഞാൻ കൊടുക്കുന്നത് സെക്കൻഡ് വർക്ക് ബുക്ക് എന്ന് കൊടുക്കും. സെക്കൻഡ് വർക്ക് സേവ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നത് നോക്കിയേ, എനിക്ക് മൈ ഫസ്റ്റ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഫയലും ഉണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഫയൽ സേവ് ആയിട്ടുണ്ട്, സെക്കൻഡ് വർക്ക് ബുക്ക്. ഇപ്പോൾ ഞാൻ സേവ് അസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വർക്ക് ബുക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് വർക്ക് ബുക്കാണ്. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് വർക്ക് ബുക്കിൽ നിൽക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണം. എങ്ങനെ ഒരു പുതിയ വർക്ക് ബുക്ക് അല്ലെങ്കിൽ സേവ് ചെയ്ത വർക്ക് ബുക്കിനെ എങ്ങനെ ഓപ്പൺ ചെയ്യണം? മൈ ഫസ്റ്റ് വർക്ക് ബുക്ക് എന്ന് ഞാനൊരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് ബുക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയുന്നത്. സോ ഫയലിൽ ഓപ്പൺ എന്ന് പറയുന്ന മെനുവിലോട്ട് പോവുക. ഓപ്പൺ ഉണ്ടോ? സോ ഓപ്പൺ എന്ന് പറയുന്ന മെനുവിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് സേവ് ചെയ്ത്, ഇതിനകത്ത് റീസെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ റീസെൻറ്റിനകത്ത് ഞാൻ റീസെൻ്റ് ആയിട്ട് സേവ് ചെയ്ത എല്ലാ വർക്ക് ബുക്കുകളും അതിനകത്ത് കാണിക്കും. കൂടാതെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രൗസ് ചെയ്തപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ ഈ 2 വർക്ക് ബുക്കാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ മൈ ഫസ്റ്റ് വർക്ക് ബുക്ക് ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മൈ ഫസ്റ്റ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന എക്സൽ ഫയലാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു വർക്ക് ബുക്കിനെ സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു വർക്ക് ബുക്കിനെ ഓപ്പൺ ചെയ്യുന്നത്. സേവസും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ ഒരു എക്സൽ വർക്ക് ഫയലിലോട്ട്, വർക്ക് ഷീറ്റിനകത്തോട്ട് ഒരു ഡേറ്റ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ ഡേറ്റ എൻട്രി ചെയ്യണമല്ലോ നമുക്ക് എക്സലിനകത്തോട്ട്. അപ്പോൾ എങ്ങനെ ഒരു ഡേറ്റ എക്സലിനകത്തോട്ട് എൻട്രി ചെയ്യാം? സോ ഡേറ്റ എൻട്രി ചെയ്യുന്നതിലേക്കായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുക വേണ്ടത്. സോ ഏത് സെല്ലാണോ സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം വേണം നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യാൻ. ഇവിടെ B2 എന്ന് പറയുന്ന സെല്ലിനകത്തോട്ട് എനിക്കൊരു ഡേറ്റ എൻട്രി ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് B2 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. മൗസ് കൊണ്ടുവരിക, B2 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെല്ല് സെലക്റ്റായി. സെലക്ട് ആയതിന് ശേഷമാണ് നമ്മൾ കീബോർഡിൽ പോയി ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 5 എന്ന് ടൈപ്പ് ചെയ്യും. കണ്ടോ, 5 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സെല്ലിനകത്ത് ഞാൻ ആ ഡേറ്റ എൻ്റർ ചെയ്തു. ഇനി ആ ഡേറ്റയിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് കീബോർഡിലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കീബോർഡിലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗസ് വേറെ ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സെല്ലിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കും. ഞാനിവിടെ കീബോർഡിലെ എൻ്റർ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇനി എനിക്ക് എൻ്റർ ചെയ്യേണ്ടത് C2ലാണ്. എനിക്ക് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ C2 എന്ന് പറയുന്ന സെല്ലിൽ ആദ്യം ക്ലിക്ക് ചെയ്യണം. അത് സെലക്ട് ആയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, C2നകത്തോട്ട് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ എൻ്റർ ചെയ്യാണ് കൈലാസ്. അതിനുശേഷം അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു സെല്ലിനകത്തുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ വെറുതെ ഒന്നും സെലക്ട് ചെയ്യാതെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ഡിലീറ്റ് ആവത്തില്ല. ഞാൻ എന്ത് ചെയ്യണം, ആ സെല്ല് സെലക്ട് ചെയ്യണം. ഏത് സെല്ലാണോ നമ്മൾ എഡിറ്റ് ചെയ്തതുപോലെ തന്നെയാണ്, നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്തതുപോലെ തന്നെയാണ് സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ അത് ഡിലീറ്റ് ആയി. ഇനി ഒരു സെല്ലിനെ എഡിറ്റ് ചെയ്യണം. ഇവിടെ എനിക്ക് കൈലാസ് എന്ന് പറയുന്ന പേര്, ആ കൈലാസ് എന്ന് പറയുന്ന പേരിൽ എനിക്ക് ഫസ്റ്റ് എ സ്പേസ് കൈലാസ് എന്ന് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ സെല്ലിനകത്തുള്ള ഡേറ്റ എഡിറ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ F2 ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ F2 എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടോ, ആ സെല്ലിനകത്തോട്ട് നമ്മൾ എൻ്ററായി. അതല്ലാതെ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ സാധാരണ ഡേറ്റ എൻ്റർ ചെയ്യുന്ന പോലെ ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണോ ഡേറ്റ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും ഡിലീറ്റ് ആയതിനു ശേഷമായിരിക്കും അടുത്ത ഡേറ്റ അതിനകത്തോട്ട് എൻ്റർ ആവുന്നത്. ഞാൻ Ctrl+Z ഉപയോഗിക്കുകയാണ് അൺഡോ ചെയ്യാനായിട്ട്. അൺഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, ഓൾറെഡി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്, ഞാനിപ്പോൾ ആദ്യം കൈലാസ് എന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം ഞാൻ സെല്ല് സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ എന്ന് ടൈപ്പ് ചെയ്തു. ഇതെല്ലാം എന്താണ്, ഹിസ്റ്ററിയിൽ റെക്കോർഡഡ് ആണ്. അപ്പോൾ തൊട്ടു പുറകിലത്തെ ഒരു സ്റ്റെപ്പിലോട്ട് പോകാനാണ് നമ്മൾ അൺഡോ എന്ന് പറയുന്ന
ടൂള് ഉപയോഗിക്കുന്നത്. അൻഡോയിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ ഇസഡ്. കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്യുമ്പോൾ പഴയ തൊട്ട് പ്രീവിയസ് സ്റ്റേജിലോട്ട് പോയി. സോ ഞാൻ കൈലാസം ഇനി എനിക്ക് എന്താണ് ഈ ഡേറ്റ എഡിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, F2 എന്ന് പറയുന്ന ബട്ടണിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് സെല്ലാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം F2 പ്രസ് ചെയ്യും. F2 പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഞാൻ എവിടെയാണോ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, എനിക്ക് ഇവിടെയല്ല എഡിറ്റ് ചെയ്യേണ്ടത്, സോ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം A ടൈപ്പ് ചെയ്യും, സ്പേസ് കൊടുക്കും. സോ വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ A കൈലാസം. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡേറ്റയെ എഡിറ്റ് ചെയ്യാം. എങ്ങനെയാണ്, ഞാൻ വീണ്ടും കൺട്രോൾ ഇസഡ് കൊടുക്കുകയാണ്. F2 പ്രസ് ചെയ്യേണ്ട നിങ്ങൾ ഏത് സെല്ലാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൗസിലെ ലെഫ്റ്റ് ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് അതേ ഓപ്ഷൻ തന്നെ എനേബിൾ ആയിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഏത് സെല്ലാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോർമുല ബാറിലോട്ട് പോവുക. കണ്ടോ ഫോർമുല ബാർ. ഈ ഫോർമുല ബാറിൽ നോക്കിയാലും ആ ഡേറ്റ, ആ സെലക്ട് ചെയ്ത സെല്ലിനകത്തുള്ള ഡേറ്റ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. ആ ഡേറ്റ നമുക്ക് ഇവിടെ നിന്നും മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണ്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ കൊടുത്ത് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്തോട്ട് ആ ചെയ്ത മോഡിഫിക്കേഷൻ വന്നു ചേരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിനകത്തോട്ട് ഡേറ്റ ആഡ് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. A1 എന്ന് പറയുന്ന സെല്ലിൽ മൈ ഹോം ബഡ്ജറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കണ്ടോ, സോ A1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം മൈ ഹോം ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇപ്പം നമുക്ക് കാണുന്ന കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇത് A1-ലും B1-ലുമായിട്ടാണ് ഈ ഡേറ്റ ഇരിക്കുന്നത് അല്ലേ. നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്, A1 എന്ന് പറയുന്ന സെല്ലിലും ഈ ഡേറ്റയുണ്ട്, B1 എന്ന് പറയുന്ന അടുത്ത സെല്ലിലും ഈ ഡേറ്റയുണ്ട്. പക്ഷേ Excel-നെ സംബന്ധിച്ചിടത്തോളം എല്ലാം സെൽ ബേസ്ഡ് എൻട്രിയാണ്. നമ്മൾ ഏത് സെല്ല് സെലക്ട് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്തത്, A1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ അത് A1 എന്ന് പറയുന്ന സെല്ലിനുള്ളിൽ മാത്രമായിരിക്കും. ഓക്കെ, ഈ ഡേറ്റ ഒരിക്കലും B1-ൽ ഇല്ല. നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, A1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഫോർമുല ബാറിൽ നമ്മുടെ നെയിം ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ A1 എന്ന് പറയുന്ന സെല്ലാണ്. ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്ത് ടോട്ടൽ ഡേറ്റയും കാണാം, മൈ ഹോം ബഡ്ജറ്റ്. ഇനി ഞാൻ B1 സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ് മൈ മന്ത്ലി ഹോം ബഡ്ജറ്റ്. ഓക്കെ, സോ നോക്കിയേ, ഇപ്പോൾ എൻ്റെ A1 എന്ന് പറയുന്ന സെല്ലിനകത്തുണ്ടായിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന വേർഡ് കാണാനില്ല. പക്ഷേ B1-ൽ അടുത്ത ഡേറ്റ എൻ്റർ ആവുകയും ചെയ്തു. നേരത്തെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ മൈ ഹോം ബഡ്ജറ്റ് കാണാൻ പറ്റിയത്, B1-ൽ ഡേറ്റയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ A1-ൽ ഡേറ്റ ഉണ്ട്. അതായത് നോക്കിയേ, A1-ൽ മൈ ഹോം ബഡ്ജറ്റ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡേറ്റയുണ്ട്, നമുക്കത് കാണാൻ പറ്റാത്തതാണ്. നമ്മൾ A1-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൈ ഹോം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ B1 ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് A1-ൻ്റെ ബാലൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ സെല്ലിനകത്തോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. സെല്ല് സെലക്ട് ചെയ്ത് ഡേറ്റ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിലോട്ട് A1 ആണ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ A1-ൻ്റെ ഉള്ളിലോട്ടാണ് ഡേറ്റ എൻ്റർ ആവുന്നത്. സോ ഡേറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്, ഡേറ്റ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യേണ്ടത്, ഈ 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. താങ്ക് യു.